സാർ. തടിയാ, പറയൂ സാർ, എന്താ ചെയ്യണ്ടേ? നീയും നാച്ചുറൽ സ്റ്റാറും ഒരു ജോലി ചെയ്യണം. ഞങ്ങൾ റെഡിയാ സാറേ. വെണ്ണിലെന്റെ വീട്ടിലേക്ക് പോയി അവളുടെ അച്ഛനെ കാശിയിലേക്ക് പോകാൻ സമ്മതിപ്പിക്കണം. ഓക്കെ സാർ. അതേപോലെ എനിക്ക് അച്ഛനമ്മ ഇല്ല നുണ പറയണം. എന്തിനാ സാർ? തടിയാ, റൂൾ നമ്പർ 1 മറന്നോ? ഞാൻ എന്തു പറയണോ അതുപോലെ ചെയ്യണം. അദ്ദേഹം കാശിക്ക് പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കാണാൻ പറയ്. അദ്ദേഹത്തിനോട് കാര്യം സംസാരിക്കണം. ശരി. രാകേഷ് വന്നില്ലേ? അവ മെഡിസിൻ റിസർച്ചിലാ അമ്മ. ഞാൻ നിങ്ങളുടെ അച്ഛൻ്റെ അടുത്താ സംസാരിക്കാൻ വന്നേ. പറഞ്ഞോളൂ മോനെ. ഞങ്ങൾക്ക് നിങ്ങളൊരു ഉപകാരം ചെയ്യണം. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ ചെയ്തു തരാം. ഞങ്ങൾക്ക് അച്ഛനും അമ്മയില്ല. ചെറിയ വയസ്സിൽ തന്നെ മരിച്ചുപോയി. കുറേ വർഷമായിട്ട് എൻ്റെ ചെലവിൽ ആരെങ്കിലും കാശി കഴിക്കണമെന്ന് ഞാൻ ആലോചിച്ചതാ. സാറിന് കാശിക്ക് പോകാൻ വല്ല ഐഡിയ ഉണ്ടോ? മോനെ, നിങ്ങളുടെ അച്ഛനമ്മ ആരാന്ന് എനിക്കറിയില്ല. പക്ഷേ ദൈവം പോലെ വന്ന് എന്നെ രക്ഷിച്ചു. പക്ഷേ ഞങ്ങളെ പറ്റിയുള്ള സത്യം അറിഞ്ഞാൽ നീ എപ്പോഴേ നെഞ്ചു പിടിച്ച് ചാവൂടാ. ഓൾറെഡി എനിക്ക് നല്ലത് തന്നെ നടന്നിരിക്കുന്നത്. ഞാൻ കാശിക്ക് പോണെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിനാണ് നന്ദി പറയേണ്ടത്. നാളെ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനുണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കട്ടെ? ശരി മോനെ, നിങ്ങൾ ബുക്ക് ചെയ്ത്. നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീട്ടിലോട്ടൊന്ന് വന്നിട്ട് പോകണം. രാകേഷ് എന്തോ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു. ശരി, വരാം മോനെ. നമസ്കാരം ഡനിയ. നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. നിങ്ങളുടെ മോളെ എനിക്ക് ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ കല്യാണം കഴിക്കാം. നിങ്ങളുടെ കാസ്റ്റ് എന്താ അനിയ? ഞാൻ നിങ്ങളുടെ കാസ്റ്റ് അല്ല. പറ്റില്ല മോനെ, എന്റെ മോളെ ഞാൻ ഞങ്ങളുടെ കാസ്റ്റുകാർക്കെ കെട്ടിക്കൂ. സമ്മതിക്കുന്നേ. നിങ്ങളുടെ മോളെ പൊന്നു പോലെ നോക്കാം. നിങ്ങൾ എൻ്റെ ജീവനാ രക്ഷിച്ചിരിക്കുന്നത്. അതിലെനിക്ക് വളരെയേറെ നന്ദിയുണ്ട്. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരാം. പക്ഷെ എൻ്റെ മോളെ കെട്ടിച്ചു തരില്ല. നിന്റെ മോളല്ലാതെ നിനക്ക് തരാൻ എന്താ ഉള്ളത്? എൻ്റെ അമ്മേ, എണീക്കടാ പന്നക്കിളവാ. നിനക്ക് എത്ര ധൈര്യം ഉണ്ടാവും? പന്ന നാറി. രോഗം കാരണം മരിക്കാൻ പോയ നിന്നെ എന്റെ ശക്തികളൊക്കെ ഉപയോഗിച്ച് രക്ഷപ്പെടുത്തിയത് എന്തുകൊണ്ടാണ്? നിന്റെ ജാതി ചെക്കന് മാത്രമേ കൊടുക്കൂ. ഈ ജാതിയൊക്കെ എവിടുന്നാ ഉണ്ടായത്? ഞാൻ ജാതിയൊക്കെ നോക്കിയിട്ട് നിന്നെ രക്ഷപ്പെടുത്തിയത് പന്നക്കിഴവാ. നിങ്ങൾ എന്നെ എത്ര അടിച്ചാലും ഞാൻ ജീവനുള്ളിടത്തോളം കാലം എന്റെ മോളെ നിനക്ക് കെട്ടിച്ച് തരില്ലടാ. അപ്പൊ മരിച്ചു പോടാ പന്നക്കിഴവാ. എടാ തടിയാ. സാർ പറയണം സാർ. ഈ ചാരം വാരി പുറത്തു കളയടാ. ഓക്കെ സാർ. സാർ, ആ കിഴവനുണ്ടായിരുന്നല്ലോ, എന്തേ അയാള്? എടാ തടിയാ, ഇപ്പൊ നീ പുറത്ത് കളഞ്ഞല്ലേ ആ ചാരം. ആ ചാരം അവൻ്റെതാടാ. വെണ്ണിലേനെ കല്യാണം കഴിച്ചിടാൻ വേണ്ടി ഞാൻ ചോദിച്ചു. ഞാനുള്ളവരെ അത് നടക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവനെ ഇല്ലാതാക്കി. ഈ കാര്യം വെണ്ണിലേക്കും പോലീസിനും അറിഞ്ഞാ നമ്മളെ അറസ്റ്റ് ചെയ്ത് ഉള്ളിലാക്കൂലോ. ആ പന്നക്കിഴവൻ നിന്ന് കാശിക്ക് പോയി. 1 മാസം കഴിഞ്ഞ് അവൻ ഗംഗയിൽ മുങ്ങി മരിച്ചു എന്ന് ന്യൂസ് വരും. 1 മാസം അവള് വിഷമിച്ച് കരയും. പിന്നെല്ലാം താനെ ശരിയായിക്കോളും. ഈ വിഷയം നിനക്കും എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇത് നീ ആരോടെങ്കിലും പറഞ്ഞാ അടുത്തത് നീയാണ്. സാർ പറയത്തേയില്ല സാർ. എടാ തടിയാ, ഇവിടെ അടുത്ത എവിടെയെങ്കിലും ആ കിഴവന്റെ ഫോൺ ഉണ്ടാവും, എടുക്ക്. വെണ്ണിലിയുടെ അച്ഛൻ അവിടെ പോയി ചേട്ടാ. ഇപ്പോഴല്ലടാ പോയെ, നീ കണ്ടില്ല? ഇത് കൂടി പോയെന്നോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലല്ലോ.
അനിയ അനിയ അനിയൻ സാർ പറയടാ. ഇന്നാക്കിയില്ലേ സാർ ആ ചാമ്പൽ? അതുപോലെ എത്ര പേരാക്കിയിട്ടുണ്ട്? നീ എന്നെ ഓർമ്മിച്ച് നോക്ക്. എന്റെ ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിച്ചു നിനക്കെന്നെ അറിയില്ലേ? ചെറിയ വയസ്സിൽ നീ പിക്നിക്ക് പോയ ബസ് എരിഞ്ഞു പോയി. അതിൽ 3 ടീച്ചേഴ്സ് 26 കൊച്ചുങ്ങളുടെ അടുത്ത് മരിച്ചുപോയി. നിന്റെ കൂടെ 3 പേര് രക്ഷപ്പെട്ടു. അവരെല്ലാവരെയും കത്തിച്ച് ചാമ്പലാക്കിയത് ഞാനാടാ. എന്തിനാ സാർ? സാറിനോട് ചോദ്യം ചോദിച്ചു, എനിക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല. സാറിനെ അടിച്ചു. 3 പേരല്ലാതെ ബാക്കി എല്ലാവരും ചിരിച്ചു. ചിരിച്ചതിനായിട്ട് എല്ലാരും എരിഞ്ഞ് ചാമ്പലാക്കുവോ സാർ? തെറ്റല്ലേ സാർ? എന്താടാ തെറ്റ്? പിക്നിക് പോകുന്നത് സന്തോഷത്തിന് വേണ്ടിയാണ്. ആ സമയത്ത് അവൻ എന്നെ അടിച്ചത് തെറ്റല്ലേ? അതിനെല്ലാരും ചിരിച്ചത് തെറ്റല്ലേ? അവര് ചെയ്തത് തെറ്റല്ലെങ്കിൽ അപ്പൊ ഞാൻ ചെയ്തതും തെറ്റല്ല. ശരി സാർ, നമ്മുടെ ചിറ്റപ്പനും കുളത്തിൽ കറണ്ട് അടിച്ച് ചത്തുപോയല്ലോ, അതിന് നിങ്ങൾക്ക് വല്ല ലിങ്ക് ഉണ്ടോ? ഞാനന്ന് ഇളനീര് കുടിക്കാൻ വേണ്ടി പോയിരുന്നു. ചിറ്റപ്പൻ എന്നെ സ്കൂളിൽ പോകാൻ പറഞ്ഞ് അടിച്ചു. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു, തീർത്ത് കളഞ്ഞു. അപ്പൊ എന്റെ കാര്യം എന്താ സാർ? നിന്നോട് എനിക്ക് 766 പ്രാവശ്യം ദേഷ്യം തോന്നിയിട്ടുണ്ട് തടിയാ. ഞാൻ നിന്നെ അപ്പൊ തന്നെ ഇല്ലാതാക്കണമെന്ന് വിചാരിച്ചു. വെണ്ണിലേന്റെ അടുത്ത് അടുക്കണമെങ്കിൽ നിന്റെ സഹായം ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. സാർ ഒരു ചെറിയ റിക്വസ്റ്റ് സാർ. എന്താ? നിങ്ങൾ ഒരു പ്രാവശ്യം എന്നെ തടിയാന്ന് പറയുമ്പോ ഒരു മാതിരി ആയിട്ടുണ്ട് സാർ. ശരിടാ, നിന്നെ ഇനി തടിയാന്ന് വിളിക്കാതെ പന്നിന്ന് വിളിക്കാം. എന്താ ശരിയല്ലേ? അയ്യോ, അതിന് നിങ്ങൾ തടിയാന്ന് തന്നെ വിളിക്കും സാർ, കുഴപ്പമില്ല. ഞാൻ പോയി നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാം. പോയേക്ക്. എടാ നാനി, ആ പോയി ഭക്ഷണം ഉണ്ടാക്ക്. ശരി സാറേ. എന്തു പറ്റി? നീ ഇന്ന് കോളേജിൽ പോയില്ലേ? ഇല്ല, ഇന്ന് ഹാഫ് ഡേ ഉള്ളൂ. ശരി, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ഇപ്പൊ വന്നേക്കാം. ഉം. അച്ഛൻ കോൾ ചെയ്യുന്നു. അച്ഛനോ? ആ അച്ഛ സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു ഇത് മോളെ. അവന്റെ കളിയായിരിക്കും. കാശിയിൽ വന്നോട്ടോ മോളെ. ഞാൻ വന്ന ഉടനെ നിന്റെ ജാതകം ഒന്ന് തരണോട്ടോ. നിന്റെ ജാതകത്തിൽ എന്തോ ദോഷമുണ്ടെന്നാ പറഞ്ഞത്. വരുന്ന വെള്ളിയാഴ്ചക്ക് മുമ്പ് നിന്റെ കല്യാണം നടത്തണമെന്നാ പറയുന്നത്. എന്തിനാ ഇത്ര പെട്ടെന്ന് അച്ഛാ? വെള്ളിയാഴ്ച 3 ദിവസമല്ലേ ഉള്ളൂ. നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട മോളെ, ഞാൻ പറയുന്നത് കേക്ക്. രാകേഷിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? രാകേഷ് നല്ല ആളാണ് അച്ഛാ. ഞാൻ അവനോട് സംസാരിച്ചിരുന്നു, നിന്നെ കെട്ടാൻ അവൻ തയ്യാറാണത്രേ. വെള്ളിയാഴ്ചക്ക് മുമ്പ് നമുക്ക് കല്യാണം നടത്തണം. 1 മാസം കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ ബന്ധുക്കളെയൊക്കെ വിളിച്ച് നമുക്ക് കല്യാണം നടത്താം. ഞാൻ പറയുന്നത് കേക്ക് മോളെ, മനസ്സിലായോ? ശരി അച്ഛാ, അച്ഛൻ പറയുന്ന പോലെ ചെയ്യാം. രാകേഷ്, അച്ഛൻ വിളിച്ചിരുന്നു എന്നെ. എന്താ പറഞ്ഞേ? അച്ഛൻ നമ്മുടെ കല്യാണത്തിന് സമ്മതിച്ചു. എന്റെ ജാതകത്തില് എന്തോ ദോഷമുണ്ടെന്ന്. അത് ശരിയാകണമെങ്കിൽ ഈ വെള്ളിയാഴ്ചക്കുള്ളിൽ കല്യാണം കഴിക്കണമെന്നാ. ഫ്രൈഡേക്ക് ഇനി 3 ദിവസമല്ലേ ഉള്ളൂ. ഇത്രയും പെട്ടെന്നൊന്നും പറ്റില്ല. ഞങ്ങളുടെ സ്വന്തക്കാരെയൊക്കെ വിളിക്കണം. അതുകൊണ്ട് ഇപ്പൊ വേണ്ട. ചേട്ടാ, ഒന്നും കൂടി ആലോചിച്ചോ, ഇല്ലെങ്കിൽ എല്ലാം ചാമ്പലാണ്. പ്ലീസ് ദയവേത് മനസ്സിലാക്കൂ. ഓക്കെ വെണ്ണില, ഓക്കെ. ഫ്രൈഡേക്കുള്ളിലല്ലേ? ഫ്രൈഡേക്കുള്ളിൽ എന്തെങ്കിലും ചെയ്ത് കല്യാണം നടത്തിയേക്കാം. ഒത്തിരി നന്ദിയുണ്ട്. ശരി, നമ്മുടെ കല്യാണത്തെ കുറിച്ച് സംസാരിക്കാനുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് വരാം. ശരി രാകേഷ്. സോ പറയൂ രാകേഷ്, എന്തോ പറയാൻ വന്നല്ലോ. രാകേഷ് പ്ലീസ്, 2 ദിവസം കഴിഞ്ഞ് കല്യാണം. For more updates, like,
comment, subscribe to our channel.